ഇന്ന് സംഭവിച്ചത് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. പുറത്താക്കി പ്രതിരോധം. തുടർച്ചയായ രണ്ടാം ദിവസവും പാർലമെന്റിൽ കൂട്ട സസ്പെൻഷൻ. ഇന്നലെ 78 അംഗങ്ങളെ ഇരുസഭകളിലുമായി സസ്പെൻഡ് ചെയ്തെങ്കിൽ ഇന്ന് 50 പേർക്കാണ് സസ്പെൻഷൻ നടപടി നേരിടേണ്ടി വന്നത്. ഇന്ന് സസ്പെൻഷൻ നേരിട്ടവരിൽ KPCC അധ്യക്ഷൻ K സുധാകരനും ഡോക്ടർ ശശി തരൂരും അബ്ദുൽ സമദ് സമദാനിയും അടൂർ പ്രകാശും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. പുറത്തെ പ്രതിഷേധത്തിനിടെ തന്നെ അനുകരിച്ച വീഡിയോ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച രാഹുൽ ഗാന്ധിയെ ചെയർമാൻ ജഗ്ദീപ് ധൻഖർ ശക്തമായ ഭാഷയിൽ വിമർശിച്ചു. Imagine what must be going through my heart when your senior leader videographs a member parliament mocking the institution of chairman. As an individual, take on me. Don't take on my background as a farmer. Don't take it background as a community member. A member parliament, senior one, videographing of another member. For what? I had suffered, I tell you, on Instagram. Mr. Chidambaram, your party put a video which was withdrawn later on. അതിനിടെ പ്രതിപക്ഷാംഗങ്ങൾക്കെതിരായ കൂട്ട നടപടിയെ അപലപിച്ച് ഇന്ത്യ സഖ്യം. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, പ്രതിപക്ഷമുയർത്തുന്ന പ്രതിഷേധത്തിന്, പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്കൊക്കെ കടുത്ത നടപടിയിലൂടെ, കൂട്ട സസ്പെൻഷൻ നടപടിയിലൂടെ മറുപടി നൽകുകയാണ് കേന്ദ്ര സർക്കാർ. ഇന്ത്യ സഖ്യം അല്പസമയം മുമ്പ് യോഗം ചേർന്നിരുന്നു. തുടർ നീക്കങ്ങൾ ഏത് തരത്തിലാണ് പ്രതിപക്ഷം ആലോചിക്കുന്നത്? ഇന്ന് സഭയിൽ കണ്ടത് എന്താണ് ബൽറാം? റിജിത്ത്, പാർലമെന്റിന്റെ തന്നെ ചരിത്രത്തിൽ ഏറ്റവും വലിയ സസ്പെൻഷൻ നടപടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. 3 ഘട്ടങ്ങളായുണ്ടായ സസ്പെൻഷൻ നടപടിയിൽ 142 അംഗങ്ങളാണ് ഇരു സഭകളിലുമായി സസ്പെൻഷനിൽ ആയിരിക്കുന്നത്. പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിൽ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോ മറുപടി പറയണം എന്നും, ഒപ്പം തന്നെ ഈ അക്രമികൾക്ക് പാസ് അനുവദിച്ച അംഗത്തിനെതിരെ BJP നടപടിയെടുക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധിച്ച പ്രതിപക്ഷ അംഗങ്ങളെയാണ് സഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇന്ന് മാത്രം 50 പേരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. മുതിർന്ന അംഗങ്ങൾ ശശി തരൂരും K സുധാകരനും അടക്കമുള്ള മുതിർന്ന അംഗങ്ങൾ അടക്കമാണ് സസ്പെൻഷന് വിധേയമായിരിക്കുന്നത്. ലോക്സഭയിൽ കേരളത്തിൽ നിന്നുള്ള 4 അംഗങ്ങൾ മാത്രമാണ് ഇനി സസ്പെൻഷൻ ഇല്ലാതെ അവശേഷിക്കുന്നത്. അതേസമയം ഇന്ന് ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട അംഗങ്ങൾ സഭയുടെ കവാടത്തിൽ ഇരുന്ന് പ്രതിഷേധിച്ചതിനിടെ കല്യാൺ ബാനർജി, തൃണമൂൽ അംഗം കല്യാൺ ബാനർജി രാജ്യസഭാ അധ്യക്ഷനെ അനുകരിച്ചുകൊണ്ട് ഉള്ള ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. കോൺഗ്രസ് നേതാക്കൾ, രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഇതിനെതിരെ കടുത്ത ഭാഷയിലുള്ള വിമർശനം രാജ്യസഭാ അധ്യക്ഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. തൻ്റെ ജാതിയെയും കർഷകൻ എന്ന തൻ്റെ തൊഴിലിനെയും തൻ്റെ പിതാവിനെ അടക്കം അവഹേളിച്ചു എന്നതടക്കമുള്ള കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങൾ ഇന്നും രാജ്യസഭയിൽ പ്രതിപക്ഷാംഗങ്ങൾക്കെതിരെ ഉയർന്നു. ഇന്ന് മാത്രം 50 പേരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ലോക്സഭയിൽ. രാജ്യസഭയിലും ലോക്സഭയിലും അവശേഷിക്കുന്ന പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധം തുടരുകയാണ്. എന്നാൽ ഈ പ്രതിഷേധം അവഗണിച്ചുകൊണ്ട് നിയമനിർമ്മാണ നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുന്നതാണ് കണ്ടത്. ഇന്ന് പ്രൊഫഷണൽ ടാക്സസ് ബില്ല് ലോക്സഭ പാസാക്കി. തുടർന്ന് ആഭ്യന്തരമന്ത്രി അവതരിപ്പിച്ച IPC CRPC എവിഡൻസ് ആക്ട് ഭേദഗതിയിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. സമാനമായ നീക്കം തന്നെയാണ് രാജ്യസഭയിലും നടക്കുന്നത്. പ്രതിപക്ഷ പ്രതിഷേധത്തെ അവഗണിച്ച് മുന്നോട്ട് പോകുമ്പോൾ കടുത്ത ഭാഷയിലുള്ള പ്രതികരണം ഇന്ത്യ സഖ്യ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നു. ഇതിനെതിരായി ഈ മാസം 22-ന് രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കും എന്ന് ഇന്ത്യ മുന്നണി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധം സഭയ്ക്കകത്തും പുറത്തും വ്യാപിപ്പിക്കാൻ തന്നെയാണ് ഇന്ത്യ മുന്നണി യോഗത്തിൽ ഈ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ സംബന്ധിച്ച് എടുത്തിരിക്കുന്ന തീരുമാനം. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. പാർലമെന്റിന് പുറത്തേക്കും പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനുള്ള തീരുമാനം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തുനിന്ന്, പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. പോര് തുടർന്ന് ഗവർണറും സർക്കാരും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരായ പ്രതിഷേധവും നിലപാടുകളും ചർച്ചയായി തുടർച്ചയായ 4-ാം ദിവസം. പല്ല് ചികിത്സയ്ക്ക് പോയ ഗവർണർക്ക് നേരെ തിരുവനന്തപുരത്ത് SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. ആശുപത്രിക്ക് മുന്നിൽ SFI ഉയർത്തിയ ബാനർ വാഹനം പാർക്ക് ചെയ്ത് ഗവർണറുടെ കാഴ്ചയിൽ നിന്ന് പോലീസ് മറച്ചിരുന്നു. ചികിത്സ കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് പട്ടത്ത് കരിങ്കൊടി കാണിച്ചത്.
ഗവർണർ പ്രോട്ടോകോൾ ലംഘിച്ച് മിഠായി തെരുവിൽ ഇറങ്ങിയതിനെതിരെ രൂക്ഷമായ വിമർശനമാണെന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അനുകരണീയ മാതൃകയല്ല അത് എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തിയത്. ഈ നമ്മുടെ രാജ്യത്ത് ഇതുപോലുള്ള ആളുകൾക്ക് ഈ ഒരു നോട്ടീസും ഇല്ലാതെ പെട്ടെന്ന് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന എത്ര സ്ഥലങ്ങൾ വേറെയുണ്ട്, എത്ര സംസ്ഥാനമുണ്ട്. അതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. കേരളത്തിൽ ഇറങ്ങി ചെല്ലുന്നതിനോ നടക്കുന്നതിനോ സാധാരണഗതിയിൽ ഒരു പ്രയാസമില്ല. അപ്പോൾ കേരളത്തിൻ്റെ ക്രമസമാധാന നില വളരെ ഭദ്രമാണ് എന്ന് ഈ ഗവർണർക്ക് തന്നെ ഇതിലൂടെ ബോധ്യമാവുകയും അത് തൻ്റെ നടപടിയിലൂടെ രാജ്യത്തെ ബോധ്യപ്പെടുത്തുന്ന നിലയും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയായാലും ഇത് ചെയ്യാൻ പാടില്ല. ഈ ക്രമസമാധാന നില വളരെ ഭദ്രമായാലും ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി സാധാരണ പ്രോട്ടോക്കോളൊക്കെ ലംഘിച്ച് തോന്നിയ പോലെ ഇറങ്ങി നടക്കുന്നത് അത് അനുകരണീയമായ മാതൃകയല്ല. അത് ചെയ്തത് തീർത്തും തെറ്റായൊരു കാര്യമാണ്. മന്ത്രിമാരും അതിരൂക്ഷമായി ഗവർണറെ വിമർശിച്ചപ്പോൾ KPCC അധ്യക്ഷൻ K സുധാകരൻ വേറിട്ട പ്രതികരണവുമായി ഇന്ന് രംഗത്തെത്തി. ഗവർണർ നാമനിർദ്ദേശം ചെയ്തവരിൽ സംഘപരിവാർ അനുകൂലികൾ ഉൾപ്പെട്ടു എന്ന വിമർശനത്തിന് അവരും ജനാധിപത്യത്തിന്റെ ഭാഗമാണ് എന്നായിരുന്നു K സുധാകരന്റെ മറുപടി. ഒരു അക്കാഡമിഷ്യന്റെ ക്വാളിഫിക്കേഷൻ മാനിച്ചുകൊണ്ട് ഒരു ഗവർണർ ചെയ്യുന്ന കാര്യത്തെ ഞങ്ങൾ എന്തിനു വിമർശിക്കണം? സംഘപരിവാറിന്റെ ആളുകളെ മാത്രം വെച്ച് പോകുന്നുവെങ്കിൽ ഞങ്ങൾക്ക് വിമർശിക്കാം. സംഘപരിവാറിൽ കൊള്ളുന്നവരുണ്ടെങ്കിൽ അവരെ വെക്കുന്നതിന് ഞങ്ങൾ എങ്ങനെയാ എതിർക്കുക? കോൺഗ്രസിന്റെ അകത്ത് എല്ലാവരെയും വെക്കാൻ പറ്റില്ല. വെക്കാൻ പറ്റുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ വെക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ്. ഞങ്ങളത് സ്വീകരിക്കും. അത് ഗവർണറുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വം. ഈ വന്നിരിക്കുന്നവർ ആ പോസ്റ്റിൽ ഇരിക്കാൻ യോഗ്യരാണോ എന്നതാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളൊരു ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരെ എല്ലാ പിൻകാലത്തെ കഥയും പരിശോധിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ അക്കാഡമിഷ്യൻ അല്ല, ഒരു എക്സ്പേർട്ട് അക്കാഡമിഷ്യൻ അല്ല എങ്കിൽ ഞങ്ങൾ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കും. കാലിക്കറ്റ് സർവകലാശാലയിൽ സനാതനധർമ്മ പീഠവും ഭാരതീയ വിചാര കേന്ദ്രവും സംഘടിപ്പിച്ച സെമിനാറിൽ നിന്ന് വിട്ടുനിന്നതിൽ ഗവർണർ വിശദീകരണം ചോദിച്ചിട്ടില്ല എന്നായിരുന്നു വൈസ് ചാൻസലർ ഡോക്ടർ MK ജയരാജന്റെ പ്രതികരണം. SFI ഉയർത്തിയ ബാനർ നീക്കാത്തതിനെ കുറിച്ച് വിശദീകരണം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ചോദിച്ചിട്ടില്ല, ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രോ വിസിനെ പകരം ചുമതലപ്പെടുത്തിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇല്ല, പ്രോ വിസി ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. പെട്ടെന്നുണ്ടായ അസുഖമല്ലേ. അന്ന് ഗവർണർ താങ്കളെ വിളിച്ചു വരുത്തി വലിയ തോതിൽ അല്ല, അതിപ്പോ ഞാനൊന്നും പറയില്ല. ഞാൻ പിന്നെ പറയാം. ഇപ്പൊ ഒന്നും പറയുന്നില്ല. എനിക്ക് പ്രതികരിക്കാനൊന്നുമില്ല. അതിപ്പോ കൊടുക്കും തയ്യാറാക്കിയിട്ടുണ്ട്. അല്ല, ഞാൻ അതിനെ കുറിച്ച് ഇപ്പൊ ഒന്നും പ്രതികരിക്കുന്നില്ല. സുപ്രീം കോടതിയിലെ നിയമ നടപടിക്ക് പുറമെ രാഷ്ട്രപതിയെ സമീപിക്കുന്നതിനുള്ള നിയമവശങ്ങൾ കൂടി പരിശോധിക്കുകയാണ് സർക്കാർ. ഗവർണറെ തിരിച്ചു വിളിക്കാൻ ആവശ്യപ്പെടുന്നതിന്റെ സാധ്യതകളും സർക്കാർ പരിശോധിക്കുന്നുണ്ട്. അതിനിടെ ഗവർണറെ വളഞ്ഞിട്ടാക്രമിക്കുന്ന ഭരണപക്ഷത്തിന് മുന്നറിയിപ്പുമായി BJP രംഗത്തെത്തി. ഞങ്ങൾ AKG സെൻറ്ററിൽ നിന്ന് ഈ കൊടുക്കുന്നത് പോലെ മാരാർജി മന്ദിരത്തിൽ നിന്ന് പട്ടിക കൊടുക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. അല്ല, 356 വകുപ്പ് ഭരണഘടനയിലുണ്ട് എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അല്ല, അങ്ങനെ ഉണ്ട്. ഞങ്ങൾ 356 വകുപ്പ് ഉപയോഗിച്ച് ഏതെങ്കിലും ഗവൺമെൻറ്റിനെ പിരിച്ചുവിടണം എന്നൊന്നും ആവശ്യപ്പെടുന്നില്ല. ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഹയാത്രികരായ കോൺഗ്രസ്സാണ് 100-ലധികം തവണ കേരളത്തിലെ EMS ഗവൺമെൻറ്റിനുൾപ്പെടെ 356 വകുപ്പ് ഉപയോഗിച്ച് പിരിച്ചുവിട്ടത്. CPM 34 വർഷം ഭരിച്ച ബംഗാളിൽ ഞങ്ങളിന്ന് പ്രധാന പ്രതിപക്ഷ പാർട്ടിയായത് 356 വകുപ്പ് ഉപയോഗിച്ചിട്ടില്ല. ബംഗാളിൽ സംഭവിച്ചതുപോലെ ത്രിപുരയിൽ സംഭവിച്ചതുപോലെ ജനാധിപത്യപരമായി രാഷ്ട്രീയമായി പോരാട്ടം നടത്തി ബംഗാളിലെ പോലെ ത്രിപുരയെ പോലെ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയെ പരാജയപ്പെടുത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കേരള സർവകലാശാലയിൽ ഗവർണർക്കെതിരെ SFI സ്ഥാപിച്ച ബാനർ നീക്കാൻ രജിസ്ട്രാർക്ക് VC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർവകലാശാലയുടെ പ്രതിച്ഛായ നശിപ്പിക്കുന്ന ബാനർ ഉടൻ മാറ്റണം എന്നാണ് ഉത്തരവിൽ ഉള്ളത്. വിവരങ്ങളുമായി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ജയശങ്കർ, ഗവർണർക്കെതിരായ സർക്കാരിന്റെ നീക്കങ്ങൾ അത് പുതിയൊരു തലത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ തന്നെ സുപ്രീം കോടതിയിൽ നിയമപോരാട്ടം ഒരു ഭാഗത്ത് നടക്കുന്നു. അതിരൂക്ഷമായ നേതാക്കളുടെ വിമർശനം മറ്റൊരു ഭാഗത്ത്. കേന്ദ്രത്തെ സമീപിക്കാനുള്ള, രാഷ്ട്രപതിയെ സമീപിക്കാനുള്ള നീക്കങ്ങൾ ആലോചനയിൽ. സർക്കാരിന് ഇത് സംബന്ധിച്ചുള്ള നീക്കങ്ങൾ ഏത് തരത്തിലാണ്? അതിനെ എങ്ങനെയാണ് കാണേണ്ടത്? രാജ്ഭവന്റെ ഇതിനോടുള്ള സമീപനവും നീക്കങ്ങളും ഏറ്റവും ഒടുവിലായി എങ്ങനെയാണ്? ജയശങ്കർ.
സർക്കാർ തലത്തിൽ ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ കേന്ദ്രത്തെ സമീപിക്കുമ്പോൾ എന്ത് തരം കാര്യങ്ങൾ ഉന്നയിക്കണം, ഏത് തരത്തിൽ ഇത് അവതരിപ്പിക്കണം എന്ന കാര്യം സർക്കാരിൻ്റെ ഉന്നത തലത്തിൽ കൃത്യമായ ആലോചന നടക്കുന്നുണ്ട്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ തിരക്കിലായതിനാലാണ് ഇത് കുറച്ച് വേഗത കുറഞ്ഞത്. എന്നെങ്കിൽ പോലും തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട ആലോചന നടക്കുന്നുണ്ട്. എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ഗവർണർക്കെതിരെ കേന്ദ്രത്തിലേക്ക് നീങ്ങാമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വിലയിരുത്തൽ. ഒപ്പം സുപ്രീം കോടതിയിലേക്കും ഈ വിഷയം എത്തിക്കുന്ന കാര്യം സംസ്ഥാന സർക്കാർ പരിശോധിക്കുന്നുണ്ട്. നിലവിൽ തന്നെ ഗവർണറുമായി ബന്ധപ്പെട്ട് ബില്ലൊപ്പിടാത്ത മറ്റു വിഷയങ്ങൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. ആ ഒരു ഘട്ടത്തിലോ അല്ലെങ്കിൽ മറ്റൊരു അർജിയായോ സുപ്രീം കോടതിയെയും ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ സമീപിച്ചേക്കും. ഇത് നമ്മുടെ അനുമാനം മാത്രമാണ്. എന്തായാലും സംസ്ഥാനം ഉടൻ കേന്ദ്രത്തിലെത്തും. ഗവർണർ സംസ്ഥാനത്തെ ക്രമസമാധാനം തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് സംസ്ഥാനത്തിൻ്റെ ആരോപണം. കഴിഞ്ഞ ദിവസം മിഠായി തെരുവിൽ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒഴിവാക്കിക്കൊണ്ടുള്ള ഗവർണർ അപ്രതീക്ഷിത സന്ദർശനമാണ് ഇതിന് ഉദാഹരണമായി കാണിക്കുന്നത്. മുഖ്യമന്ത്രി ഇതിനെ രൂക്ഷമായ ഭാഷയിലാണ് ഇതിനോട് പ്രതികരിച്ചത്. സംസ്ഥാനത്ത് ഗവർണർക്ക് സഞ്ചരിക്കാനുള്ള സുരക്ഷിതത്വമുണ്ട്, ഇത് നല്ല കാര്യം, പക്ഷേ ഇങ്ങനെ സഞ്ചരിക്കുന്നത് ശരിയല്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഒപ്പം മറ്റു മന്ത്രിമാരും ഗവർണറുടെ ഒരു ഷോയാണെന്നുള്ള തരത്തിൽ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. പക്ഷേ കോൺഗ്രസ് ഈ വിഷയത്തിൽ ഗവർണർക്കൊപ്പം ചാരുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. KPCC അധ്യക്ഷൻ ഗവർണർ ജനാധിപത്യമായി ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ എങ്ങനെ എതിർക്കും, അക്കാദമിക് യോഗ്യതയുള്ളവരെയാണ് ഗവർണർ നോമിനേറ്റ് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങൾ പരിശോധിക്കുമെന്നൊക്കെ പറഞ്ഞ് കൃത്യമായൊരു സ്റ്റാൻഡ് എടുക്കാതെ ഗവർണർക്കൊപ്പം നിൽക്കുന്നൊരു നിലപാട് കേന്ദ്രത്തിൽ കോൺഗ്രസ് സംഘപരിവാറും BJPക്കും എല്ലാം എതിരെ നിൽക്കുമ്പോൾ കേരളത്തിൽ അതിന് വിപരീതമായി അവരുടെ ഒരു ഏജന്റ് എന്ന ഭരണപക്ഷവും ഒപ്പം കേന്ദ്രത്തിൽ കോൺഗ്രസും വിളിക്കുന്ന വ്യക്തിക്കെതിരെ സ്വീകരിക്കുമ്പോൾ അതിലൊരു വൈരുദ്ധ്യാത്മകത ഉണ്ട്. UDFിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു ഭിന്നതയുണ്ട്. ഗവർണർ രാജ്ഭവൻ ഈ വിഷയങ്ങളെല്ലാം നോക്കിക്കാണുകയാണ്. ഗവർണർ ഇന്നലെ രാത്രി തിരിച്ചെത്തിയുള്ളൂ. ഇന്നും തലസ്ഥാനത്ത് ഗവർണർക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. ഇതെല്ലാം പരിശോധിച്ച തൻ്റെ സുരക്ഷ കേന്ദ്രസേനയെ ഏൽപ്പിക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗവർണർ രാഷ്ട്രപതിയെ അറിയിക്കും, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ അറിയിക്കും. ഒപ്പം സംസ്ഥാനത്തെ മറ്റു വിഷയങ്ങളെല്ലാം തന്നെ അദ്ദേഹം ഒരുപക്ഷെ രാഷ്ട്രപതി ഭവനിലേക്ക് തന്നെ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തായാലും ഗവർണറുടെ നടപടി മൂലം കേരള സർവകലാശാലയിൽ ഗവർണറുടെ സമ്മർദ്ദത്തെ തുടർന്ന് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം, ബാനർ ഒഴിവാക്കാൻ വേണ്ടി മാറ്റണമെന്ന നിർദ്ദേശം VC നൽകിയിട്ടുണ്ട്. കാലിക്കറ്റിൽ അത്തരത്തിലൊരു നടപടി വരുമ്പോൾ കേരളയിൽ അത് ഒഴിവാക്കാൻ കൂടിയാണ് VCയുടെ നീക്കം. എന്തായാലും ഗവർണർ സർക്കാർ പോര് വരും ദിവസങ്ങളിലും തുടരും എന്ന ചിത്രം തന്നെയാണ് നമുക്ക് മൊത്തത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. പ്രളയക്കെടുതിയിൽ തമിഴ്നാട്. തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിൽ മഴ കുറഞ്ഞെങ്കിലും പ്രളയത്തിന് ശമനമില്ല. തിരുനെൽവേലി, തൂത്തുക്കുടി എന്നിവിടങ്ങളിൽ വെള്ളപ്പൊക്കം തുടരുകയാണ്. ശ്രീവൈകുണ്ഠത്ത് കുടുങ്ങിയ ട്രെയിനിലെ യാത്രക്കാരിൽ പകുതിയിലധികം പേരെയും പുറത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രളയക്കെടുതി കേന്ദ്രത്തെ ബോധ്യപ്പെടുത്താൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഡൽഹിയിലെത്തി. രക്ഷാപ്രവർത്തനങ്ങളിൽ തമിഴ്നാട് സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ രംഗത്ത് വരുന്നതും ഇന്ന് നമ്മൾ കണ്ടു. പ്രളയക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 10 ഉയർന്നിട്ടുണ്ട്. തിരുനെൽവേലിയിൽ നിന്ന് MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രതീഷ്, മഴ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസമാണ്, പക്ഷേ പല മേഖലകളും ഇപ്പോഴും വലിയ വെള്ളക്കെട്ടിൽ തന്നെയാണ്. ക്യാമ്പുകളിൽ നിന്ന് മടങ്ങാൻ കഴിയാത്ത സാഹചര്യവുമുണ്ട്. മരണസംഖ്യ 10 ഉയർന്നു എന്നുള്ള വിവരവും പുതുതായി പുറത്തു വരുന്നു. ഇന്ന് കണ്ട കാഴ്ചകൾ എങ്ങനെയാണ് പ്രതീഷ്? റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രളയക്കെടുതിയിൽ ആശ്വാസമായി മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും പലയിടങ്ങളിലും വലിയ തരത്തിൽ ദുരിതം ആളുകൾ നേരിടുന്നുണ്ട്. കാരണം ഈ താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ഉയർന്ന മേഖലയിൽ നിന്നൊക്കെ തന്നെ വെള്ളം താഴ്ന്ന മേഖലകളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല ഗ്രാമങ്ങളും ഒറ്റപ്പെട്ട നിലയിലുണ്ട്. ഒപ്പം ഈ ഗ്രാമത്തിലേക്കുള്ള റോഡുകൾ, പാലങ്ങൾ ഇതെല്ലാം തന്നെ ഒലിച്ചുപോയ സാഹചര്യമാണ്. അത്തരത്തിലുള്ള വളരെ ദുരിതപൂർണമായ കാഴ്ചകളായിരുന്നു പല മേഖലകളിലും കണ്ടിരുന്നത്. തിരുനെൽവേലി ഒപ്പം തൂത്തുക്കുടി മേഖലയിലാണ് ഈ പ്രളയം ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിച്ചത്. ഗ്രാമമേഖലയിൽ മാത്രമല്ല, നഗരമേഖലകളിലടക്കം ഈ പ്രളയം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. തിരുനെൽവേലിയെ സംബന്ധിച്ച് തിരുനെൽവേലി നഗരമടക്കം ഈ വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ തിരുനെൽവേലി ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെയും വെള്ളക്കെട്ടുകൾ ഇനിയും മാറിയിട്ടില്ല. ഈ ഗതാഗതം അടക്കം
വലിയ തരത്തിൽ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുമില്ല. ഈ തമിഴ്നാട് സർക്കാരിന്റെ ചില ബസ്സുകൾ സർവീസ് നടത്തുന്നു എന്നതല്ലാതെ വലിയ തരത്തിൽ ഗതാഗതമൊന്നും തന്നെ ഇപ്പോഴും ആയിട്ടില്ല. ഒപ്പം ട്രെയിൻ സർവീസുകളും നിരവധി ട്രെയിൻ സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജനജീവിതം സാധാരണ നിലയിലാകാൻ ആഴ്ചകൾ എടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പല വീടുകളുടെയും സ്ഥിതി വളരെ ദയനീയമാണ്. തിരുനെൽവേലിയിൽ മാത്രം 10-ലധികം വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. 4 പേരാണ് തിരുനെൽവേലി ജില്ലയിൽ മാത്രം മരിച്ചിരിക്കുന്നത്. ഈ ക്യാമ്പുകളിൽ 1200-ലധികം പേർ തിരുനെൽവേലിയിൽ കഴിയുന്നുണ്ട്. ഈ വെള്ളം ഇറങ്ങാത്തൊരു സാഹചര്യത്തിൽ ഈ ആളുകളോടൊക്കെ തന്നെ ഈ ക്യാമ്പുകളിൽ തന്നെ തുടരാനുള്ള ഒരു നിർദ്ദേശമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ വീടുകളിൽ പോയാലും അവർക്ക് താമസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ക്യാമ്പുകളിൽ തന്നെ തുടരണമെന്ന ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. തൂത്തുക്കുടി മേഖലയെ സംബന്ധിച്ച് തിരുനെൽവേലിയേക്കാൾ പ്രളയം ബാധിച്ച ഒരു പ്രദേശം കൂടിയാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശം തൂത്തുക്കുടി മേഖലയിൽ സംഭവിച്ചിട്ടുണ്ട്. നിരവധി ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടു. അത്തരത്തിൽ വലിയ തരത്തിൽ ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വിമർശനം ഉന്നയിക്കുന്നത്. പല സ്ഥലങ്ങളിലും നമ്മൾ ചെല്ലുമ്പോൾ അവർ പറയുന്ന പരാതി തങ്ങളെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല, ജനപ്രതിനിധികളോ സർക്കാർ അധികാരികളോ ആരും തന്നെ ഇവിടെ എത്തുന്നില്ല എന്നുള്ള പരാതികളാണ് ഈ ജനങ്ങൾക്ക് പറയാനുള്ളത്. ആഹാരമില്ലാതെ ഒരു ദിവസത്തിലധികമായി കഴിഞ്ഞ ആളുകളുണ്ട്. വീട് പൂർണ്ണമായും തകർന്നവരുണ്ട്. എങ്ങോട്ട് പോകണമെന്നറിയാത്ത വളരെ നിസ്സഹായരായി നിൽക്കുന്ന ആളുകളെയാണ് ഓരോ ഇടങ്ങളിലും കണ്ടത്. കേന്ദ്രത്തിന്റെ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് സ്റ്റാലിൻ ഡൽഹിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അതിരൂക്ഷമായ വിമർശനമാണല്ലോ തിരിച്ചുണ്ടാവുന്നത്. ഈ പ്രളയം കൈകാര്യം ചെയ്യുന്നതിൽ DMK സർക്കാരിന് ഗുരുതരമായ വീഴ്ച വന്നു എന്നുള്ള വിമർശനം കേന്ദ്രത്തിൽ നിന്ന് തന്നെ ഉണ്ടാവുകയാണല്ലോ. അതൊരു രാഷ്ട്രീയ പോരിന് കൂടി വഴിവെക്കുന്നുണ്ടല്ലോ അവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷ. തീർച്ചയായും. കാരണം ഈ ജനങ്ങളുടെ ആരോപണം രാഷ്ട്രീയ പാർട്ടികളടക്കം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു പ്രളയം ഉണ്ടാകുമ്പോഴും ഒപ്പം നദികളിൽ വലിയ തരത്തിൽ വെള്ളം പൊങ്ങുന്ന സാഹചര്യമുണ്ടായി, അണക്കെട്ടുകൾ തുറന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ ഒന്നും തന്നെ വേണ്ടത്ര മുന്നറിയിപ്പുകൾ നൽകിയില്ല എന്നതാണ് പ്രധാനമായും നാട്ടുകാർ ആരോപിക്കുന്നത്. പാപനാശം ഡാം അടക്കം തുറന്നതോടെയാണ് താമരഭരണി നദി കരകവിഞ്ഞൊഴുകിയത്. തിരുനെൽവേലിയിൽ പ്രളയം ബാധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം താമരഭരണി നദി കരകവിഞ്ഞൊഴുകിയതാണ്. പക്ഷേ ഈ വെള്ളം ഗ്രാമമേഖലകളിലേക്കും പലയിടങ്ങളിലേക്കും ഒഴുകിയെത്തുമെന്ന് ആരും തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല. കൃത്യസമയത്ത് ഇവരെ ഇവിടെ നിന്നൊന്നും തന്നെ ഒഴിപ്പിച്ചിരുന്നില്ല. ഇതാണ് ഈ ദുരന്തം ഇരട്ടിയാക്കിയത് എന്നതാണ് പ്രധാനമായും നാട്ടുകാർ അടക്കം പറയുന്നത്. മാത്രമല്ല, ഈ നഷ്ടപരിഹാരം അടക്കം നൽകുന്നതിലും വലിയ വീഴ്ച സംഭവിക്കുന്നുണ്ട്. നിരവധി ആളുകൾ ഇപ്പോഴും പല മേഖലകളിലും ഒറ്റപ്പെട്ട് കഴിയുന്നുണ്ട്. ഇവരുടെ അടുത്തേക്ക് ആവശ്യത്തിനുള്ള ആഹാരങ്ങളോ മറ്റ് ദുരിതാശ്വാസ സാധനങ്ങളോ ഒന്നും തന്നെ എത്തുന്നില്ല. അതാണ് വലിയ തരത്തിലൊരു രാഷ്ട്രീയ ചർച്ചയും ആയിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി വിവരങ്ങൾ നൽകുകയായിരുന്നു. എന്തായാലും മഴ കുറഞ്ഞു എന്നുള്ളത് ആശ്വാസമാണ്. പക്ഷേ പല മേഖലകളിലും ഇപ്പോഴും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് തന്നെ തുടരുകയാണ്. MG പ്രതീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. അടുത്ത റിപ്പോർട്ടിലേക്ക് പോയാൽ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ച കേസിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടാൻ ശുപാർശ. സംസ്ഥാന വ്യാപകമായി വ്യാജ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ചതായി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നിലവിലെ അന്വേഷണ സംഘത്തിന്റെ ശുപാർശ. അന്വേഷണം CBIക്ക് വിടണമെന്ന ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ രേഖ വിവാദത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിലാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് പുതിയ കേസെടുത്തത്. കേസിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ല. വ്യാജ ID കാർഡ് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി ലഭിച്ചിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ വ്യാപകമായി തെരഞ്ഞെടുപ്പ് ID കാർഡ് വ്യാജമായി നിർമ്മിച്ചതായി കണ്ടെത്തി. ഇതിൽ അന്വേഷണം വേണമെന്നായിരുന്നു കമ്മീഷന്റെ പരാതി. ഈ കാർഡുകൾ പൊതു തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. കേസിന്റെ ഗൗരവം കണക്കിലെടുത്താണ് നിലവിലെ അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ശുപാർശ ചെയ്തത്. വ്യാജ ID കാർഡ് ഉപയോഗിച്ചത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണെന്നും അന്വേഷണം CBIക്ക് വിടണമെന്നുമുള്ള ഹർജിയാണ് ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചത്. ഇക്കാര്യത്തിൽ DGPയോട് ഹൈക്കോടതി വിശദീകരണം തേടി. അതേസമയം ഹർജി ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കാൻ ഹൈക്കോടതി മാറ്റി. 24 തിരുവനന്തപുരം. ഈ റിപ്പോർട്ടോടുകൂടി ഇന്ന് സംഭവിച്ചത് പൂർത്തിയാവുകയാണ്. 24 5ന്റെ വജ്രത്തിളക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.